ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് സ്ട്രെച്ചറാണ്. ഇത് ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കുന്ന സ്ട്രെച്ചറാണിത്. ഇത് പേഷ്യൻറ്റിനൊക്കെ ഷിഫ്റ്റ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യണത്. ഇത് 2 ഹൈഡ്രോളിക് കോളത്തിലാണ് നിൽക്കുന്നത്. 2 ഹൈഡ്രോളിക് കോളമാണിത്. ഇത് ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ അതിങ്ങനെ പൊങ്ങും. ഹൈഡ്രോളിക് അതിൽ ഓയിലാണ്, അപ്പോൾ അതിങ്ങനെ അപ്പാവും. അതുപോലെ തന്നെ റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലിവർ പിടിച്ച് ചവിട്ടി കഴിഞ്ഞാൽ റിലീസാവും. നമുക്ക് ഒരു സൈഡ് വേണമെങ്കിൽ മാത്രമായിട്ട് റിലീസ് ചെയ്യാം, അങ്ങനെയൊക്കെ ഇതുണ്ട്. അപ്പോൾ ആ ലിവറിൻ്റെ ഒരറ്റത്ത് ചവിട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ ലെഗ് സൈഡ് റിലീസാവും, ഇപ്പോൾ ഇത് ഹെഡ് സൈഡ് റിലീസാവും. അപ്പോൾ ഏത് പൊസിഷനിൽ വേണമെങ്കിൽ നമുക്ക് റിലീസ് ചെയ്യാം. ഇത് അതിൻ്റെ ബ്രേക്കാണ്, ആ വീലിൻ്റെ ബ്രേക്കാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങാടിങ്ങളും മൂവ് ചെയ്യാൻ പറ്റില്ല. ഇത് സൈഡ് റെയിൽസാണത്. പേഷ്യൻസിന് സേഫ്റ്റിക്ക് വേണ്ടിയാണ് അത് യൂസ് ചെയ്യണത്. ആ സൈഡിലൊരു ലോക്ക് ഉണ്ട്, അപ്പോൾ ആ ലോക്ക് ഉപയോഗിച്ചാണ് നമുക്കത് ഓപ്പറേറ്റ് ചെയ്യണത്. ഇപ്പോൾ സൈഡ് റെയിൽസ് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും ആ ലോക്കാണ് യൂസ് ചെയ്യണത് നമ്മൾ. ഇതൊരു ഹാൻഡിലാണിത്. അതായത് നമുക്കത് പേഷ്യൻ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സമയത്ത് അത് ഹാൻഡിൽ പിടിച്ചിട്ടാണ് നമ്മൾ പുഷ് ചെയ്യണത്. അപ്പോൾ അത് ഹാൻഡിലായിട്ട് യൂസ് ചെയ്യാം നമുക്കത്. അത് വേണമെന്നുണ്ടെങ്കിൽ അത് മടക്കി വയ്ക്കുക. അതും ഒരു ബ്രേക്കാണ്, 2 സൈഡിലും ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ബ്രേക്ക് ആക്റ്റീവായി. ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെയാണ് ഹൈഡ്രോളിക് പമ്പ് വർക്ക് ചെയ്യണത്. ഹൈഡ്രോളിക് കോളം റിലീസ് ചെയ്യുമ്പോൾ ഓയിൽ റിലീസാവും. പിന്നെ അത് നമ്മളതിൽ യൂസ് ചെയ്യണ ഓയിലാണിത്. പല ടൈപ്പ് ഓയിലുണ്ട്. ഇപ്പോൾ ഞങ്ങളിവിടെ യൂസ് ചെയ്യണത് ഈ ഓയിലാണ്. ഓക്കെ, ഇതാണ് ഹൈഡ്രോളിക്കിൻ്റെ കോളം എന്ന് പറയുന്നത്. ഇതിൽ ഓയിലാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതാണ് ഈ ഭാഗമാണ് നമ്മൾ പമ്പ് ചെയ്യാൻ യൂസ് ചെയ്യണത്. ഇത് നമ്മൾ റിലീസ് ചെയ്യാൻ യൂസ് ചെയ്യണ ലിവറാണത്. ഇതിൽ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വർക്കിംഗ് പൊസിഷനൊക്കെ. അപ്പം അതുപോലെ യൂസ് ചെയ്താൽ മതി, അത് നോക്കി ചെയ്താൽ മതി. ബ്രേക്ക് ആക്റ്റീവ് ചെയ്യണതും ലോക്ക് ആവണതൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ഇത് ഒരു ലിവറാണത്. നമുക്ക് ഹെഡ് മാത്രമായിട്ട് നമുക്ക് പൊക്കണമെന്നുണ്ടെങ്കിൽ ഈ ലിവർ ഉപയോഗിച്ച് നമുക്ക് പൊക്കാം. അതിൻ്റെ ഉള്ളിൽ 2 ഹൈഡ്രോളിക്കിൻ്റെ സ്റ്റമ്പാണ് കൊടുത്തേക്കുന്നത്. 2 സ്റ്റമ്പ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ആ ലിവർ നമ്മൾ പിടിച്ചിട്ട് അത് താഴ്ത്തി കൊടുത്താൽ മതി. അതിൻ്റെ പരിപാടി കഴിഞ്ഞു. അതേപോലെ തന്നെ പൊക്കണമെന്നുണ്ടെങ്കിൽ ആ ലിവർ പിടിച്ച് വലിക്കുക, വയ്ക്കുക. അതേപോലെ തന്നെ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ലിവർ പിടിക്കുക, ക്ലോസ് ചെയ്യുക. ഇതൊരു ഹൈഡ്രോളിക്കിൻ്റെ ആക്ഷൻ പോയിട്ട് നമ്മളത് റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നേക്കാണ് വർക്ക്ഷോപ്പിൽ. ഇത് ആ ഹൈഡ്രോളിക്കിൻ്റെ കോളത്തിൻ്റെ ക്യാപ്പ് നമ്മൾ ഊരിയിട്ട് അതിലോട്ട് നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ ഇത് സിമ്പിളാണ്. ഇതിൻ്റെ മെയിൻ്റെനൻസ് വർക്കൊക്കെ സിമ്പിളാണ്, ആർക്കും ചെയ്യാവുന്ന ഒരു മെത്തേഡാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.